നോക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് FIR ഫിൽറ്റേഴ്സ് ആണ്. അപ്പം നമുക്കൊരു FIR ഫിൽറ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം. അപ്പം ബേസിക്കലി നമുക്കറിയാം FIR ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂമറേറ്റർ മാത്രമാണ് അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഈ h of n is equal to sigma n equal to 0 to n minus 1 h of n z raised to minus n എന്നുള്ള ഈ ഇക്വേഷനകത്ത് ഈ h of n എന്ന് പറഞ്ഞാൽ ഈ FIR ഫിൽറ്ററിന്റെ കോഎഫിഷ്യൻസ് ആണ്. അപ്പൊ നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാം. അതിനാണ് നമ്മൾ ഡിസൈൻ ഓഫ് FIR ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ FIR ഫിൽറ്റർ ഡിസൈനിന്റെ രണ്ട് മെത്തേഡ്സ് ആണ്, ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡും ദെൻ വിൻഡോ മെത്തേഡും. ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡും വിൻഡോ മെത്തേഡും. ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ് വിൻഡോ മെത്തേഡാണ്. അത് നമുക്ക് ഷുവർ ആയിട്ട് എപ്പോഴും ചോദിക്കും. അപ്പം ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് തന്നെ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ഈ വിൻഡോ മെത്തേഡ് നമുക്ക് ഒരുപാട് വിൻഡോസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് റെക്ടാങ്കുലർ, ഹാമിംഗ്, ഹാനിങ്, ഈ 3 വിൻഡോസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ FIR ഫിൽറ്റേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിമെട്രിക് FIR ഫിൽറ്റേഴ്സും ആന്റി സിമെട്രിക് FIR ഫിൽറ്റേഴ്സും. അപ്പൊ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. നമ്മൾ n എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സാമ്പിൾസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര കോഎഫിഷ്യൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സാമ്പിൾസ് എത്ര എണ്ണം ആണെന്നുള്ളതാണ് ഈ n മീൻ ചെയ്യുന്നത്. അപ്പൊ n-ന്റെ വാല്യൂ 7 അല്ലെങ്കിൽ ഓഡ് നമ്പർ ആകുമ്പോഴത്തേക്കും ഈ സിമെട്രിക് FIR ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ഷുഡ് ബി സിമെട്രിക് അറ്റ് ആൽഫ പോയിന്റ്. ആൽഫ എന്ന് പറഞ്ഞാൽ n-1/2 ആയിരിക്കും. അപ്പൊ n എന്ന് പറഞ്ഞാൽ ഇവിടെ 7 ആണ്. സോ 7 - 1 6/2 is 3. അപ്പൊ 3 എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് ഈ FIR ഫിൽറ്റേഴ്സ് സിമെട്രിക് ആയിരിക്കും. അതായത് 3-ല് ഒരു വാല്യൂ, ദെൻ 2-ലും 4-ലും സെയിം വാല്യൂ, 1-ലും 5-ലും സെയിം വാല്യൂ, 0-ലും 6-ലും സെയിം വാല്യൂ. അതായത് FIR ഫിൽറ്റേഴ്സിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്, ലീനിയർ ഫേസ് റിയലൈസേഷൻ. നമ്മൾ അതിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കാൻ നേരത്ത് പറഞ്ഞായിരുന്നു. FIR ഫിൽറ്റേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ് ലീനിയർ ഫേസ് റിയലൈസേഷൻ. ദാറ്റ് ഈസ് h of n equal to h of n minus 1 minus n. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഫസ്റ്റും ലാസ്റ്റും, സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും, തേർഡും തേർഡ് ലാസ്റ്റും, പിന്നെ നടുക്കൊരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വരും ഓഡ് ആണെന്നുണ്ടെങ്കിൽ. ഇനി ആ സിമെട്രിക് ആവുന്ന പോയിന്റ് ആണ് ആൽഫ, ദാറ്റ് ഇസ് n-1/2. എപ്പോഴും n-1/2 ആയിരിക്കും സിമെട്രിക് പോയിന്റ്. അപ്പൊ അത് നമുക്ക് 3 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് ഇതൊരു ലീനിയർ ഫിൽറ്റർ ആണ് ആൻഡ് സിമെട്രിക് ആണ് അല്ലെ. ദെൻ ഈവൻ ആവുമ്പോഴത്തേക്കും സിമെട്രിസിറ്റി സെയിം കണക്ക് തന്നെ. ആൽഫ എന്ന് പറഞ്ഞാൽ 6 - 1/2, ദാറ്റ് ഈസ് 5/2, 2.5. അപ്പൊ 2.5-ല് അപ്പൊ അവിടെ നമ്മൾ ഇന്റിജർ സാമ്പിൾസ് എടുക്കുമ്പോൾ അവിടെ സാമ്പിൾസ് ഒന്നുമില്ല, ഈ വര വെച്ചിട്ടായിരിക്കും സിമെട്രിക്. അതായത് ഇതിനപ്പുറം ഇപ്പുറം ഉള്ളത് സെയിം ആയിരിക്കും, ഇപ്പുറം ഇപ്പുറം ഉള്ളത് സെയിം ആയിരിക്കും. ദെൻ again this should be same by the relation h of n equal to h of n minus 1 minus n. അതായത് ഫസ്റ്റും ലാസ്റ്റും സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും തേർഡും തേർഡ് ലാസ്റ്റും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈസ് ആന്റി സിമെട്രിക് FIR ഫിൽറ്റേഴ്സ്. ആന്റി സിമെട്രിക് FIR ഫിൽറ്റേഴ്സ് പറയുമ്പോൾ സെയിം തന്നെയാണ്. ഇത് കണ്ടീഷൻ വിൽ ബി ചേഞ്ച്ഡ്, h of n equal to minus h of n minus 1 minus. മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? അത് സിമെട്രിക് ആണ്, പക്ഷെ അതിന്റെ വാല്യൂസ് എന്ത് ചെയ്യും, നെഗറ്റീവ് ആവും. അറ്റ് ദ പോയിന്റ് എവിടെ തന്നെയാണ്, ആൽഫ ഈക്വൽ ടു n-1/2. അപ്പൊ നോക്കിക്കേ, 2-ലും 4-ലെയും വാല്യൂസ് സെയിം ആയിരിക്കും, പക്ഷെ ഇത് നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഫസ്റ്റും ലാസ്റ്റും സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും തേർഡും തേർഡ് ലാസ്റ്റും 3 തമ്മിൽ വാല്യൂസ് സെയിം ആയിരിക്കും, പക്ഷെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ സൈൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് n ഓഡിന്റെ കേസിലാണ്. ഇതുപോലെ n ഈവന്റെ കേസിൽ എന്താണ്, സിമെട്രിസിറ്റി അറ്റ് n6 ആവുമ്പം 6 - 1/2, 2.5-ലായിരിക്കും ആ സിമെട്രിസിറ്റിയുടെ ലൈൻ വരുന്നത്. ദെൻ ഇവിടെ ഉള്ളത് സെയിം ആയിരിക്കും, ബട്ട് നെഗറ്റീവ് സൈൻ ആയിരിക്കും. ഇവിടെ ഉള്ളത് സെയിം ആണ്, ഇവിടെ ഉള്ളത് സെയിം ആണ്, ബട്ട് ഓപ്പോസിറ്റ് സൈൻ അല്ലേ. ഫസ്റ്റും ലാസ്റ്റും സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും തേർഡും തേർഡ് ലാസ്റ്റും ഇല്ലേ. അപ്പൊ ആ ഒരു വാല്യൂസ് സെയിം ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ അത് ആന്റി സിമെട്രിക്കും, പോസിറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ അത് സിമെട്രിക് ഫിൽറ്റേഴ്സും ആയിരിക്കും. അപ്പൊ ഈ ലീനിയർ ഫേസ് റിയലൈസേഷൻ എന്നുള്ള ഒരു പ്രത്യേകത FIR ഫിൽറ്ററിന് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്.
ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡെറിവേഷൻ ഒന്നേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലംസിലേക്ക് പോകാം. പ്രോബ്ലംസിന് വേണ്ടത് അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ നാല് കേസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ എച്ച് ഓഫ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻസ് പഠിക്കണം. അതാണ് നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ആ ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലീനിയർ ഫേസ് FIR ഫിൽറ്റേഴ്സ്. ഇപ്പൊ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലീനിയർ ഫേസ് FIR ഫിൽറ്റേഴ്സ് നമുക്ക് 4 ടൈപ്പ് പഠിച്ചു. സിമെട്രിക്കൽ ഓഡ്, സിമെട്രിക്കൽ ഇവൻ, ആന്റി സിമെട്രിക്കൽ ഓഡ്, ആന്റി സിമെട്രിക്കൽ ഇവൻ. അപ്പൊ ഈ 4 കേസിലുള്ള എച്ച് ഓഫ് എൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഫോറിയർ ട്രാൻസ്ഫോം അല്ലെ? ഫോറിയർ ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ എച്ച് ഓഫ് എന്നിന്റെ എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. h of e raised to j omega, that is Fourier transform for symmetric impulse response with the samples n equal to odd number. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ h of e raised to j omega യുടെ വാല്യൂ എന്തായിരിക്കും? e raised to minus j omega n minus 1/2 sigma n equal to 0 to n minus 1/2 a of n cos omega n, where a of 0 equal to h of n minus 1/2 and a of n equal to 2h into n minus 1/2 minus n. അപ്പൊ ഈ a of 0 എന്ന് പറഞ്ഞാൽ n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കുക. ബാക്കി വാല്യൂസ് ഈ ഇക്വേഷൻ വഴി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് n അറിയാം, പിന്നെ n വെച്ചിട്ട് ആ സ്മോൾ n റേഞ്ച് കിട്ടും, അത് വെച്ചിട്ട് വാല്യൂസ് കണ്ടുപിടിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുന്നത്. സിമെട്രിക്കലും ആയിരിക്കും, n ഓടും ആയിരിക്കും. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക. a of n cos omega n, വേറെ a of 0 കണ്ടുപിടിക്കുന്നത് a of n കണ്ടുപിടിക്കും. അപ്പൊ ഈ ഒരു ഫിൽറ്റേഴ്സ്, അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കുന്ന ആ ഫിൽറ്റേഴ്സ്, അതായത് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഫിൽറ്ററിന്റെ കോഎഫിഷ്യൻസ് ആണല്ലോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എച്ച് ഓഫ് എൻ. അത് സിമെട്രിക്ക് ഓടും ആണെന്നാണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ ഒരു ഫ്രീക്വൻസി ഡൊമൈനിൽ ഒരു ഫിൽറ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ബാൻഡ് പാസും ലോ പാസും ഹൈ പാസും ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റേഴ്സും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദെൻ സിമെട്രിക്കൽ ഇമ്പൾസ് റെസ്പോൺസ് ഫോർ n ഈവൻ ആയിട്ടുള്ള കുറച്ച് ഫിൽറ്റർ കോഎഫിഷ്യൻസ് ആണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും: h of e raised to j omega equal to e raised to minus j omega n minus 1/2 into sigma n equal to 1 to n/2 b of n cos n minus 1 omega by 2, where b of n equal to 2h n/2 minus n. അപ്പൊ ഇവിടെ ഇതൊക്കെ മാറും, ലിമിറ്റ് ഒക്കെ മാറും. ഇതുപോലെ ഇവിടെ n minus 1 omega by 2 ആയി. അപ്പൊ ഇവിടെ b of 0 ആണ്. b of 0ക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. b of n-ന് ഒരു വാല്യൂ. ഇത് നമുക്ക് ലോ പാസോ ബാൻഡ് പാസോ ആയിട്ട് ഉപയോഗിക്കാം. അതും അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഏതാ ചോദിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ 4 എണ്ണത്തിന്റെ ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഫസ്റ്റ് വൺ ആണ്, സിമെട്രിക് ഓഡ്. നൗ ആന്റി സിമെട്രിക് ഓഡ് ആകുമ്പോൾ ഉള്ള ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഇക്വേഷൻ h of e raised to j omega equal to e raised to j pi by 2 e raised to minus j omega n minus 1/2 sigma n equal to 1 to n minus 1/2 c of n sin omega n, where c of n equal to 2h n minus 1/2 minus n. Can be used as a differentiator and Hilbert transformer ആയിട്ടും ഉപയോഗിക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് ആന്റി സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ് ഫോർ n ഈവൻ. അപ്പൊ n ഈവൻ ആയിട്ടുള്ള ആന്റി സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പൊ ഇവിടെയും നമുക്കൊരു സെറ്റ് ഓഫ് ഇക്വേഷൻ കിട്ടും. h of e raised to j omega e raised to j pi by 2 equal e raised to minus j omega n minus 1/2 sigma n equal to 1 to n/2 d of n sin omega n minus 1/2, where d of n equal to twice h of n/2 minus n. It can also be used as differentiator and Hilbert transform. അപ്പൊ ഈ 4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് 4ഉം ഒരു FIR ഫിൽട്ടർ ആണ്. അപ്പൊ നമുക്ക് ടൈം ഡൊമൈനിൽ കിട്ടുന്ന എച്ച് ഓഫ് എൻസ് വെച്ചിട്ട് അതിന്റെ ചില പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ അതിനെ എന്തിലേക്ക് അതിന്റെ ഫ്രീക്വൻസി ഡൊമൈനിൽ ആ ഫിൽട്ടർ ഡിസൈൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് കുറച്ച് ഇക്വേഷൻസ് ആണിത്. ഈ 4 ഇക്വേഷൻസും വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും
നമുക്ക് മനസ്സിലാവും ഇതിലെങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത്, അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പം സെയിം മെത്തേഡാണ് ഏത് ചോദിച്ചാലും, സിമെട്രിക് ആന്റിസിമെട്രിക് എന്ത് ചോദിച്ചാലും സെയിം മെത്തേഡാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് സിമെട്രിക് ഓഡാണ്. അപ്പം അതിൻ്റെ പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.